നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാകുന്ന നിലമ്പൂർ പോരാട്ടത്തിൽ ഇക്കുറി തീ പാറുമെന്ന് ഉറപ്പാണ്. UDF-നായി അൻവർ സർവ്വ അടവുകളും പയറ്റാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് സീറ്റ് നിലനിർത്താനുള്ള അഭിമാന പോരാട്ടം കൂടിയായി മാറും. തൃക്കാക്കര, പുതുപ്പള്ളി, പിന്നീട് പാലക്കാടും ചേലക്കരയും 4 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വീണ്ടും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. 2 മുന്നണികൾക്കും വിജയിച്ചേ തീരൂ. പോരാട്ടം തീപാറും. UDF സ്ഥാനാർത്ഥിക്കായി സർവ്വ അടവുകളും അൻവർ പയറ്റുമ്പോൾ അൻവറിന് രാഷ്ട്രീയ മറുപടി നൽകാൻ വിജയത്തിൽ കുറഞ്ഞെന്നും ഇടതുമുന്നണിക്ക് ചിന്തിക്കാനാകില്ല. നിലമ്പൂർ നഗരസഭയും 7 പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല്, അമരമ്പലം, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. എടക്കര, വഴിക്കടവ്, മൂത്തേടം, കരുളായി എന്നീ പഞ്ചായത്തുകൾ UDF-ഉം. തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നണി ബലാബലം ഒപ്പത്തിനൊപ്പം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇക്കുറി വ്യത്യസ്തമാകും. വികസന വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് UDF കേന്ദ്രീകരിച്ചാൽ വികസന രാഷ്ട്രീയം പറയലാകും LDF തന്ത്രം. VS ജോയിയും ആര്യടൻ ഷൗക്കത്തും തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി സാധ്യതയിൽ മുന്നിൽ. നിലമ്പൂർ സ്വദേശി കൂടിയായ M സ്വരാജും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമും ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്തും ഇടത് പരിഗണന പട്ടികയിൽ വന്നേക്കാം. UDF-ൽ ആശയക്കുഴപ്പമുണ്ടായാൽ അത് മുതലെടുക്കാനും LDF തന്ത്രം മെനയാം. നിയമസഭയ്ക്ക് 6 മാസമെങ്കിലും കാലാവധിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. സ്പീക്കർ അംഗീകരിച്ച അൻവറിന്റെ രാജി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കലും മറ്റ് നടപടിക്രമങ്ങളും നിരവധിയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളാനും സാധ്യതയുണ്ട്. മത്സരിച്ചില്ലെങ്കിലും താൻ പിന്തുണയ്ക്കുന്നവരെ വിജയിപ്പിക്കേണ്ടത് PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അനിവാര്യമാണ്. താൻ പരിഹസിച്ച ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി അൻവർ പ്രചാരണത്തിനിറങ്ങേണ്ടി വരുമോ, അതോ ആര്യടൻ ഷൗക്കത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.